കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സ്പോ 2026 നടത്തി. മലമ്പുഴ MLA പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സർക്കാർ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 70,000 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ മിക്കവാറും എല്ലാ സ്കൂളുകളും പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ ITI മലമ്പുഴ അതുപോലെ കൊല്ലൂരിലുള്ള പോളിടെക്നിക് ഇതിലൊക്കെ പുതിയ സംവിധാനങ്ങൾ പഠിക്കാൻ എല്ലാ സൗകര്യമില്ലാത്ത രീതിയിൽ ഉള്ള സൗകര്യം ഒരുക്കുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സ്വന്തം കാലിൽ നിർത്താനുള്ള ശേഷിയിലേക്ക് മലയാളികളെ വളർത്തിയെടുക്കുക, ഈ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കുക എന്നതാണ് സർക്കാർ നിർദ്ദേശം. ഇപ്പോൾ ഇതുവരെ ഡിഗ്രി കോഴ്സുകളൊക്കെ ഫീസ് കെട്ടി പഠിക്കുന്നവരാണ്. ഡിഗ്രി വരെയുള്ള ശരിയും സാർവത്രികമായ വിദ്യാഭ്യാസവും ഇന്ത്യയിലെ ഭരണഘടനയും അത് പ്രിയാമ്പിൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ആദ്യമായി നടപ്പാക്കിയിരിക്കുകയായിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. അജീഷ് മുഖ്യാതിഥിയായി. വാളയാർ RTO രാജീവ്, അനിത P. ബോസ്, പ്രിൻസിപ്പൽ ഷാജി സാമു, പ്രധാന അധ്യാപിക ലതകുമാരി, ശിവാനന്ദൻ, നിജുമോൻ എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ കണ്ടെത്താൻ അവസരം നൽകുകയാണ് പദ്ധതി. ഓട്ടോ 2-വീലർ നിർമ്മാണ പരിശീലനവും ഡ്രോൺ പരിശീലനവും നടത്തി. പവർ ലിഫ്റ്റിംഗ് താരം MN നാഫിയയെ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.